അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പിന്നെ നാട്ടിലുണ്ടായിരുന്ന കുറച്ചധികം നല്ല മൊമെന്റ്സ് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നെന്മാറ വെടിക്കെട്ട് കാണാൻ പോകട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. ഇത് ഷാനുവിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് മുന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെഫീക്ക, ഷാനു, അതായത് എൻ്റെ ബ്രദറിലോ, പിന്നെ ഷെഫീഖാൻ്റെയും ഷാനുവിൻ്റെ ഓരോ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ആനനെയൊക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫുഡ് ഇട്ട് നേരെ വെടിക്കെട്ട് നടക്കണവർക്ക് നടന്നു. ഭയങ്കര ക്രൗഡായിരുന്നു. ഞാനൊക്കെ ഒഴുകുമായിരുന്നു. പിന്നെ ഫസ്റ്റ് സെറ്റ് ഓഫ് വെടിക്കെട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് എൻ്റെ ഹാർട്ട് ഇടിക്കണ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നാമത് വെടിക്കെട്ട് ഇങ്ങനെ ഇത്ര അടുത്തെന്നല്ല, എന്നാലും ഇങ്ങനെ കാണുന്നതും ആദ്യമായിട്ടാണ്. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഒരൊറ്റ പ്രാവശ്യം കണ്ടുള്ളൂ, അതും ചെറുതായിരിക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് വെടിക്കെട്ട് ഇപ്പം വരുന്ന കരുതി കാത്തിരുന്ന് രാവിലെ ഏകദേശം 7 മണിയായി. അപ്പോൾ വീട്ടിലൊന്നും പറയാണ്ടാണ് ഇറങ്ങിയത്. വീട്ടുകാരൊക്കെ എണീക്കണേ മുന്നേ എത്താമെന്ന് കരുതി. പക്ഷെ ഇപ്പം എല്ലാവരും എണീറ്റിട്ടുണ്ടാവും. എന്തായാലും വന്നാൽ ഇതും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഈ വീടിൻ്റെ മുകളിലും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഇത് കാണാൻ നിൽക്കാം. പിന്നെ നമ്മൾ നിന്നാലെന്താ, അങ്ങനെ നിന്ന് സെക്കൻഡ് സെറ്റ് ഓഫ് വെടിക്കെട്ടായി. തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റാത്തോട്ട് ഞാൻ ഷെഫീഖാൻ്റെ തോളിൽ കയറിയിട്ടായിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് സെറ്റ് ഓഫ് വെടിക്കെട്ടും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ലൈക്കായിരുന്നു, ഈ ആനകളൊക്കെ രാത്രി മുഴുവൻ നമ്മളെപ്പോലെ ഇങ്ങനെ നിൽക്കല്ലേ, അവരൊക്കെ ഒരു ക്ഷമല്ലേ. അത് കഴിഞ്ഞപ്പോൾ 2-3 അടുത്ത് കൂടെ പോകുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് നെട്ടിട്ടോ. പിന്നെ നെന്മാറ വെടിക്കെട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇപ്പോൾ അതൊരു ടോപ്പ് വെടിക്കെട്ടായിട്ട് കുറേ റീൽസിലൊക്കെ പിന്നീട് വന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു കണ്ണൂർ കല്യാണം കൂടാനാണ് കേട്ടോ. നമ്മൾ അസ്നയുടെ കല്യാണം. അപ്പോൾ അവിടെ ഈ മണിയറ ഒരുക്കൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ആളെ മണിയറ, ഇതാണ് നമ്മൾ അസ്ന. ചെക്കൻ പെണ്ണിന്റെ വീട്ടിലാണല്ലോ നിൽക്കുക, അതിനാണ് ഈ മണിയറ ഒരുക്കുന്നത്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ നിന്നു എത്തിയിട്ടില്ല, ആളിപ്പോഴും ദുബായിലാണ്. ഫസ്റ്റ് ഞങ്ങൾ നൈറ്റാണ് ഏകദേശം അവിടെ എത്തിയത്. ഞാൻ, ഷെഫീക്ക, ഇർഫി, ആമി, പിന്നെ അതേപോലെ ഷെഫീക്കാരുടെ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മളെ അരിക്കുത്ത് പരിപാടിയൊക്കെ പോലെ, പക്ഷെ അരിക്കുത്തൊന്നുമില്ല, ജസ്റ്റ് എല്ലാവരും സാരി കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയായിരുന്നു. ഇതായിരുന്നു ലൊക്കേഷൻ. ഇതിലൊരു മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പരിപാടിക്കും ഇവൾ ഒരുക്കിക്കുന്നത് ഞാനാട്ടോ. എന്ത് കണ്ടിട്ടാന്നൊന്നും അറിയില്ല. ഇനിവ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ എൻ്റെ ഒരു ഫാമിലിക്കും സാരി ഉടുക്കാൻ അറിയാത്ത ഞാനാണ് സാരി ഉടുപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഇവളുടെ ഒരു ലെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫാമിലി, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി. ദെൻ ദ സെക്കൻഡ് ഡേ ഈവനിങ് ആണ് പരിപാടി. അപ്പോൾ പരിപാടിക്ക് മുന്നേ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയി. എല്ലാവരും എന്ന് വെച്ചാൽ അവർ ഇറങ്ങാൻ പോയി. ഞാൻ കാറിലിരുന്ന് എനിക്ക് വർക്കിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ദെൻ ഒരു ചായയൊക്കെ കുടിച്ച് സ്നാക്ക് കുറച്ച് വെറ്റിലയും മൈലാഞ്ചിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു വിട്ടു. അപ്പോൾ ആ സമയത്ത് അവിടെ ഓളെ ഉമ്മാൻ്റെ വീട്ടുകാർ വന്നിട്ട് മാറ്റിക്കൽ പരിപാടി അങ്ങനെ എന്തോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഓളെ മെഹന്തി പരിപാടിയാണ്. അപ്പം എന്തായാലും ഫുഡിങ്ങും പിന്നെ ഈ തുള്ളൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഷെഫീഖയും ഫ്രണ്ട്സൊക്കെ തിരിച്ചു വിട്ടു കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ അവർക്ക് നാട്ടിൽ നേർച്ചയാണ്, അവിടെ പൊളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് നെക്സ്റ്റ് ഡേ ആണ് നമ്മളെ വെഡ്ഡിങ്. എന്നെ കണ്ടിട്ട് ബുക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വരെ ക്യാൻസൽ ചെയ്ത ആളാട്ടോ. ക്യാഷ് പോകണമെങ്കിൽ പോട്ടെ തിരുത്തിട്ട് എനിക്ക് അത്ര പവറൊക്കെ ഉണ്ടോ. ഞാനാകെ മറ്റോ പറയണ പോലെ ഞാൻ ആരാ കേട്ടാ അങ്ങനെ ആയിപ്പോയി. എനിവേ ഞാൻ റെഡിയാക്കി മുതലാണ് നിൽക്കുന്നത്. ഓളെ പരിപാടി കഴിഞ്ഞപ്പോൾ ഓള് ദാ ഷടയെന്ന് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഒന്ന് പടപടാന്ന് മാറ്റി റെഡിയായി. ഞങ്ങൾ 3 പേരും എല്ലാ പരിപാടിക്കും കോടായിരുന്നു. മറ്റേ ആൾക്കൊന്ന് ചെറുതായിട്ട് കുശും കയറിയിട്ടുണ്ടാവും. പിന്നെ നേരെ ഫുഡിങ് പരിപാടിയിലേക്ക് പോയിട്ടോ. ആദ്യം തന്നെ അവരെന്തോ സ്റ്റാർട്ടറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പേര് ഓർമ്മല്ല. കണ്ണൂർ സ്പെഷ്യൽ സ്റ്റാർട്ടർ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല, ചെറിയൊരു സ്വീറ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഫുഡൊക്കെ വന്നു. ഫുഡിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിട്ടോ. വൈകുന്നേരം പരിപാടി കഴിഞ്ഞവരെ കാത്തുന്നില്ല. ഒന്നാമത് എനിക്ക് നാട്ടിലത്തെ ചൂട് തീരെ പറ്റുന്നില്ല. പിന്നെ കണ്ണൂരാണെങ്കിൽ ഒടുക്കത്തെ ചൂടും. പിന്നെ ഞങ്ങൾ 2-3 ദിവസമായില്ലേ വന്നിട്ട്. തിരിച്ചു പോകാൻ കൂടെ വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ കരുതി. അപ്പോൾ ഓളെ കാക്ക നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് ഉണ്ടാക്കിട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് KSRTC ഒന്ന് കയറാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നടന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാനുള്ള അവസരം കിട്ടിയതാണ്. അത് ഇതായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രെയിൻ എടുത്ത് നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ പോകുന്നതിൻ്റെ തലേ ദിവസം എത്തിട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ മുഖത്ത് ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലേ ദിവസം ഞങ്ങളൊരു നൈറ്റ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ, അപ്പോൾ എൻ്റെ സിസ്റ്ററിലൊക്കെ ആയിട്ട് ഒരു ഡ്രൈവ് പോയതാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. 2 പേർക്കും നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കിംസിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങളോട് വെറും വയറ്റിലൂടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഞങ്ങൾ ലേറ്റ് ആയില്ല. കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ നമ്മൾ കിംസ് അൽഷിഫയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവരുടെ ആ സെൻറ്ററിൽ പോയി അവരൊരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കുടിച്ച് തീർക്കാൻ പറഞ്ഞു. 1 by
1 ആയിട്ട് ഓരോ ടെസ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടെസ്റ്റുകൾ എടുത്ത് കുറേ ചോര എടുത്തു ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് കുറേ ചോര പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. കപ്പിൾ പാക്കേജ് ഉണ്ട്. അപ്പോൾ കപ്പിൾ പാക്കേജ് 2 പേർക്കും കൂടി 14,000 എന്നാണ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ എനിവേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഷെഫിക്കാക്ക് ഷുഗർ ഉണ്ടാവുന്ന നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങനെ ചോക്ലേറ്റ്സ് തന്നായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാഷാ അല്ലാഹ് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുൾ ക്ലീൻ ആയിരുന്നു. ചെറിയൊരു ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു എക്സസൈസ് പറഞ്ഞു തന്നു എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് പവർ ബാങ്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതിനായിട്ട് പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ നേരെ സ്മൂച്ചോൽക്ക് വന്നിക്കാണ്. ഇവിടെ മറ്റേ പിസ്താഷ്യോ കുനാഫ കുറച്ച് വൈറലാണല്ലോ. അതും കഴിച്ച് എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങാറുണ്ടായിരുന്നു എൻ്റെ വർക്കിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങാൻ വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അജ്ഫാനിൽ പോയി കുറച്ച് നട്ട്സും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വീട്ടിലെത്തി. വീട്ടിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലപ്പോൾ നമ്മളെല്ലാവരും കാത്തിട്ടുണ്ടായിരുന്നു. പതിവാണല്ലോ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്തായാലും ദ വെരി നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് ഗൈസ്. അപ്പോൾ ദാ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഉമ്മയും പിന്നെ ഷാനു ഓൻ്റെ വൈഫും കൂടിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വരുന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ സിസ്റ്ററും ഉമ്മയും വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്ക് പിന്നെ വർക്കുള്ളതുകൊണ്ട് ഇപ്പോൾ യാത്ര പറഞ്ഞ് പോയി. ആൻഡ് വിഷമമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമമുണ്ട്. ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല. എനിവേ നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. നേരെ പോയി ഫുഡ് കഴിച്ചു. രാവിലെ ആയതുകൊണ്ട്, കാരണം നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 10:30 നമ്മളെ ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. അപ്പോൾ തിരിച്ചും നമ്മൾ എമിറേറ്റ്സ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിട്ടേൺ ഫ്ലൈറ്റ് ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ. പ്രാവശ്യം കയറുമ്പോൾ വലിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല. ബാഗൊക്കെ സെറ്റായിരുന്നു. അധികം ഓവർ പാക്കിംഗ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതിനൊരു കുറവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ലിപ്സ്റ്റിക്ക് മുഖ്യമ്പിക്കലേ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് മെല്ലെ മൂവ് ചെയ്ത് തുടങ്ങി. ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴും എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എൻ്റെ വിഷമം എപ്പോഴാണ് പുറത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ കൂടെ ഇങ്ങനെ നമ്മളെ നാട്ടിൻ്റെ പച്ചപ്പും ഒരു ഹരിതാപകരമൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അലാക്കിന്റെ കരച്ചിലായിരുന്നു വില കളയാൻ വേണ്ടിയിട്ട്. ഓനാണെങ്കിൽ ഇരുന്ന് കളിയൊക്കെ ഇരുന്നു കേട്ടോ. ഓനും അപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമം മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഓനെപ്പോലെ തന്നെ എമിറേറ്റ്സിനും അറിയാം. ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവില്ലേ, നാട്ടിൽ പോയിട്ട് വരികയല്ലേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായിലേക്ക് എത്താനായി. 12:35 നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ദുബായിൻ്റെ ഡെസേർട്ട് വ്യൂവും പിന്നെ ആ ഒരു കടലിൻ്റെ വ്യൂവും അതിൽ കപ്പലുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്നു. കാരണം നമ്മൾ നേരത്തെ നൈറ്റ് വ്യൂ ആണ് ദുബായിൻ്റെ കണ്ടത് വരുമ്പോൾ. ഇതിപ്പോൾ മോർണിംഗ് വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓനെങ്ങനെ തോണ്ടി വിളിക്കുമ്പോൾ അപ്പുറത്തുള്ളവനൊക്കെ ഇങ്ങനെ എത്തി നോക്കണ്ടേ എന്തോ ആണെന്ന് എഴുതിയിട്ട്. അപ്പോൾ പറയുന്നുണ്ട് വല്ല കളയല്ലേ, ആദ്യമായിട്ടാണോ ഫ്ലൈറ്റ് പോകുന്നതെന്നൊക്കെ. പക്ഷേ എന്താ ചെയ്യുക ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു മോർണിംഗ് വ്യൂ. പക്ഷേ ദുബായിൻ്റെ ആ ഒരു ചൂട് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ചൂട്, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എങ്ങാനും UK വിസ കിട്ടിയില്ലെങ്കിൽ ദുബായ് ബേസ് എടുത്ത് മാറാന്നായിരുന്നു എൻ്റെ പ്ലാൻ. ആ പ്ലാനൊക്കെ എന്തായാലും ഞാൻ മാറ്റി. ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും 1 hour ആണ് ലേ ഓവർ ഉള്ളത്. കാരണം നമുക്ക് ഏകദേശം 1 o'clock നമ്മളെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ. 7:35 ആകുമ്പോൾ നമ്മൾ UK എത്തും. അപ്പോൾ ഈ ഒരു 1 hour നമ്മൾ നേരത്തെ പോലെ മണ്ടത്തരം കാട്ടി നിന്നില്ല. പെട്ടെന്ന് പോയി ഫ്രഷായി വേഗം ഗേറ്റിലേക്ക് നടന്നു. അപ്പോൾ ഇത്രയും വിഷമത്തിൻ്റെ ഇടയ്ക്കും ക്യാമറ കാണുമ്പോൾ പോസ് ചെയ്യാനൊന്നും ഞാൻ മറക്കാറില്ല. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കും. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്ത ടീഷർട്ടാണ്. ഇതെൻ്റെ ഷെഫീഖാൻ്റെ ജീൻസാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗേറ്റൊക്കെ കഴിഞ്ഞ് ചെക്കിങ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ള മൈൻഡൊക്കെ ഞാൻ മാറ്റിയിട്ടോ. നാട്ടിനേക്കാളും UK ജീവിക്കുന്നതാണ് ഒരു പ്രത്യേക വൈബ്. ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില ഗേൾസിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഷെഫീഖ് എന്നോട് പറയാറുണ്ട്, ഇത് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും പ്രവചിക്കുന്നത് അവനാണ്. അതൊക്കെ ശരിയാവാറുണ്ട്. അതിൻ്റെ അഹങ്കാരം നല്ലോണം ഉണ്ട്. അപ്പോൾ എനിവേ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി നമ്മളിതാ UK ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എന്തായാലും ലാൻഡിങ് അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഡബിൾ ഡെക്കർ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും പുറത്ത് നമ്മളെ കാലത്ത് നമ്മളെ UK ടീംസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് UK ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളത്. അപ്പോൾ എന്തായാലും ബാഹുബലി കളിച്ച് അജു നമ്മളെ പെട്ടിയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അജു നിഹാലുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വഴിയിൽ നിന്ന് നമുക്ക് ഈസനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളും ചെറിയൊരു ബാഹുബലി കളിച്ചിട്ട് എൻ്റെ കുഞ്ഞു പെട്ടി തൂക്കി നടക്കുന്നുണ്ട്. ഞാൻ പോലും ആ പെട്ടിനെ ഇങ്ങനെ തൂക്കാറില്ല. ഓൾ ഇവിടെ ചെക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓളെ ചെക്കൻ വർക്ക് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളെ പെട്ടിയിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ പോയി സെറ്റാക്കാന്ന് കരുതി. അപ്പോൾ നമ്മളെ വീട്ടിലെ കുടുംബിനെയാണ് നമ്മൾ നിഹാൽ. വീട്ടിലെത്തിയപ്പോൾ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ സാലു എത്തി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മ ഇറച്ചി വരട്ടിയതും പത്തിരിയും കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതിനെ കുറിച്ച് പറഞ്ഞ് എന്നെ കുറച്ച് നേരം കളിയാക്കിയിട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിയണം ഗൈസ്. ഇനി നമുക്ക് UK വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.